ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഉറക്കത്തുനിന്ന് പല്ലും ഒന്നും തേക്കാതെ ഞാൻ നേരി ചന്തയിൽ മീൻ വാങ്ങാൻ പോകുന്ന കാഴ്ചയാണ് ഗൈസ്. ഞാനല്ല പോയത്, ഞാൻ വണ്ടിയായിട്ട് അവിടെ കിടക്കുവാണ്. പപ്പ പോയി മീനൊക്കെ മേടിച്ചിട്ട് വന്ന് അത് കഴിഞ്ഞ് ഒരു സന്ധ്യയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഗോൾഡ് പർച്ചേസിന് വേണ്ടിയിട്ട് പോയിട്ടോ. ഞങ്ങൾ സ്ഥിരമായിട്ട് മലബാർ ഗോൾഡിലാണ് പോകുന്നത് കേട്ടോ. അപ്പം അവിടെ പോയത് വേറൊന്നുമല്ല, എൻ്റെ മാരേജ് ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് വെക്കേഷൻ ഞാൻ വരുമ്പോൾ എൻ്റെ മാരേജ് ഏകദേശം ഒരു 5 to 6 മന്തേ ഇനി ഉള്ളൂ. അപ്പോൾ എനിക്ക് കുറച്ച് ഗോൾഡ് കൂടെ എടുക്കാനുണ്ട്. അപ്പോൾ ഈ ചോക്കറൊക്കെ നമ്മൾ ഇട്ട് നോക്കി ഭംഗിയില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേടിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ചോക്കറും ലാസ്റ്റ് മാലയും ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ അതിന് വേണ്ടി മാത്രമല്ല കേട്ടോ, എൻ്റെ കൊലുസ് ചേഞ്ച് ചെയ്യണമായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എനിക്ക് ആ മാല ഇഷ്ടപ്പെട്ടായിരുന്നു ലാസ്റ്റ് മാലയായിട്ട്, പക്ഷെ അതൊന്നും എടുത്തില്ല. ആകെ ഞാൻ എന്താ ഈ നെക്ലസ്, ഇതെനിക്ക് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് 5-5.25 പവൻ അങ്ങോട്ട് ഉണ്ട്. എന്തായാലും അത്രയൊക്കെ ഒരു 3 to 5 നോക്കണം. അങ്ങനെ ഞങ്ങൾ കൊലുസും എടുത്ത് ബില്ലിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ, ബില്ല് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലാണ് പോയത്. അത് കഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം അനിയൻ്റെ അഡ്മിഷന് വേണ്ടി പോകണം. അവന് ഡിഗ്രിയിൽ ഇവിടെ ഫാത്തിമ കോളേജിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും പപ്പയും കുഞ്ഞാവയും അവനും കൂടെ ആയിട്ടാണ് പോയത് ഫസ്റ്റ് ഡേ. അതായത് അലോട്ട്മെൻറ്റ് കിട്ടി ഫസ്റ്റ് നമ്മൾ അവിടെ ചെന്ന് പേപ്പറും കാര്യങ്ങളും ഡോക്യുമെൻറ്റ്സും കൊടുക്കേണ്ട ദിവസമാണ്. അപ്പം ഇത് ഫാത്തിമ എന്താ കോളേൻഷൻ അവിടെയാണ് അവന് കിട്ടിയത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എൻ്റെ കസിൻ്റെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അത് ചേച്ചിയും എൻ്റെ അനിയത്തിയുമാണ്. ഞങ്ങളൊരു ഏജാണ്. അനിയത്തി എന്നൊന്നല്ല വിളിക്കുന്ന, പേരാണ് വിളിക്കുന്നത്. അവൾക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് ഗൈസ്. അവളൊരു ആർട്ടിസ്റ്റാണ്, എന്ന് വെച്ചാൽ ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവളുടെ ചാനലിടുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ മറ്റേ ബൈപ്പാസിൻ്റെ ഇത് വരുന്നത് കൊണ്ട്, ഹൈവേ അത് വരുന്നത് കൊണ്ട് ഇവിടെ ഭയങ്കര റഷാണ് ഗൈസ്. ഭയങ്കര പാടാണ് നമുക്ക് വണ്ടിയൊന്നും ഒതുക്കാനും എടുക്കാനും ഉള്ള ഒരു സ്പേസോ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ കൂടെ ഡ്രൈവ് ചെയ്യുക എന്നുള്ളത്. ഇതിപ്പം ഞാനും പപ്പയും കുഞ്ഞാവയും അവനും കൂടെ ആയിട്ടാണ് പോയത്. ഞാനല്ല ഡ്രൈവിങ്, പപ്പയാണ്. അപ്പം ഞങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഈവനിങ്ങിന് എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഒരു ഇതുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ അവിടെ പെരുന്നാൾ പള്ളിയിൽ. അപ്പം തലേന്ന് അവർ പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് അവരൊക്കെ ഓരോ കോസ്റ്റ്യൂംസ്, ഓരോ വാർഡ് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് അനുസരിച്ച് അവരിങ്ങനെ ഓരോ വേഷം അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്കൊന്ന് പ്രൈസും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഇവർ ചട്ടയും മുണ്ടും ഒക്കെ ഉടുത്ത് അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടി വന്നത്. അപ്പം ഇതാണ് പള്ളി. ഇത് ഇരവിപുരം പള്ളി എന്ന് പറയും കേട്ടോ, കൊല്ലം ജില്ലയിൽ ഇരവിപുരം. ഞങ്ങൾ ഇടവക താന്നിയാണ്, പക്ഷെ ഞങ്ങൾ താമസിക്കുന്നത് ഇപ്പോൾ പുലിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പം അതും എൻ്റെ ഒരു ചേച്ചി, അതും ബ്ലോഗറാണ്. എല്ലാവരും ഇപ്പോൾ ബ്ലോഗറായിക്കൊണ്ടിരിക്കുക. എന്ത് പറയാനൊക്കെ ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയ ആയിപ്പോയി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനൊന്നും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞാനിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു തുടങ്ങി. എനിക്ക് എൻ്റെ വീഡിയോ തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്, അങ്ങനെ ഒരു ഇതായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ വന്ന് കുറച്ച് പ്രിപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിറ്റേ ദിവസം ട്രിവാൻഡ്രത്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും അശ്വിൻ വന്നായിരുന്നു രാവിലെ. ഞാനും അശ്വിനും ഇമ്മുവും കുഞ്ഞാവയും പപ്പയും കൂടെ ആയിട്ടാണ് പോയത്. അപ്പം അവിടെ എൻ്റെ അമ്മയുടെ കസിൻ്റെ കൊച്ചുങ്ങളുടെ, അവർ ട്വിൻസാണ്, അവരുടെ ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് സൈക്കിള് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു പപ്പ സൈക്കിളൊക്കെ അവിടെ വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം ബർത്ത്ഡേ ഫങ്ഷൻ ജസ്റ്റ് ചുമ്മാ ഒരു ചെറിയൊരു ഫങ്ഷൻ, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. ഇവർ രണ്ടുപേരും ട്വിൻസാണ് കേട്ടോ, പക്ഷേ കണ്ടാൽ പറയത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.